ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ അൾട്രാസോണിക്സ് എന്ന ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് അൾട്രാസോണിക്സ്. ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്വസ്റ്റിക്സ്, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നുവല്ലോ. അൾട്രാസോണിക്സും ശബ്ദവുമായി അല്ലെങ്കിൽ സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഫ്രീക്വൻസി അടിസ്ഥാനമാക്കി സൗണ്ട് വേവ്സിനെ പല ക്ലാസ്സുകളായി തരംതിരിച്ചിട്ടുണ്ട്. As a human being, we can hear 20 Hz to 20,000 Hz or 20 kHz. This frequency range is called audible sound or human hearing range. The frequency less than audible sound is called infrasonic or infrasound, and the frequency is greater than audible sound is called ultrasound or ultrasonics. Thus, ultrasonics is the branch of physics which deals with sound waves having frequency greater than 20 kHz. 20 kHz-നേക്കാളും കൂടിയ ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അൾട്രാസോണിക്സ് എന്ന് പറയുന്നത്. ചാപ്റ്റർ പ്രിവ്യൂയിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമതായി അൾട്രാസൗണ്ടിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ്, ദെൻ അൾട്രാസോണിക്സിൻ്റെ പ്രൊഡക്ഷൻ, രണ്ട് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്: മാഗ്നറ്റോസ്ട്രിക്ഷൻ ജനറേറ്റർ, പീസോ ഇലക്ട്രിക് ജനറേറ്റർ. ദെൻ ഡിറ്റക്ഷൻ ഓഫ് അൾട്രാസൗണ്ട് ഓർ അൾട്രാസോണിക്സ്, തെർമോ ഇലക്ട്രിക് മെത്തേഡ് ആൻഡ് പീസോ ഇലക്ട്രിക് മെത്തേഡ്. ദെൻ ദ ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസൗണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ്, ദെൻ സോണാർ ആൻഡ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. Then lastly we have to study a device called ultrasonic diffractometer. So firstly we are moving to general properties of ultrasonic waves. Ultrasonic waves are acoustic waves or sound waves with frequency greater than 20 kHz that we have already said. They can travel or propagate through all media like solids, liquids and gases, but they cannot travel through vacuum. Ultrasonic waves മെക്കാനിക്കൽ വേവ്സ് ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് വാക്വത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. മറിച്ച് മെക്കാനിക്കൽ വേവ്സിലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ സ്വഭാവമായതുകൊണ്ട് തന്നെ അവയ്ക്ക് എല്ലാ മീഡിയങ്ങളിലൂടെയും, സോളിഡ്സിലൂടെയും ലിക്വിഡ്സിലൂടെയും അതുപോലെ ഗ്യാസസിലൂടെയും എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ദേ ആർ ഹൈലി എനർജറ്റിക് ആസ് കമ്പയർഡ് ടു നോർമൽ സൗണ്ട് വേവ്സ്. നമുക്കറിയാം, ഓരോ വേവുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി കൂടുന്തോറും അവയുടെ എനർജി കൂടുന്നുണ്ട്. സോ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ദേ ആർ ഹൈലി എനർജറ്റിക് compared to the normal sound. Then speed, as we already studied, they can travel through solids, liquids and gases. When they are propagating through solids, the speed can be found out by the equation v is equal to root of y by rho, where y is the Young's modulus and rho is the density of the material. When they are moving through liquids, velocity becomes root of b by rho, where b is the bulk modulus, and through gases v is equal to root of gamma into p by rho. This equation is called Laplace's equation, where p is the pressure and gamma is the ratio of specific heats. That is, gamma is equal to specific heat capacity at constant pressure divided by specific heat capacity at constant volume. Since the value of y is greater than b and p, ultrasonic waves are traveling have high velocity in solids compared to liquids and gases. Then velocity remains constant in a homogeneous medium. ഒരു homogeneous medium ആണെങ്കിൽ, ഒരു പോലെയുള്ള മീഡിയം ആണെങ്കിൽ വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. They can be transmitted through sufficiently long distances since loss of energy due to absorption is small. So highly energetic ആണ്. Absorption വഴിയുള്ള എനർജി കുറവായതുകൊണ്ട് they can be transmitted through sufficiently long distances. They can be reflected, refracted and diffracted like light waves. Light waves പോലെ reflection, refraction, diffraction ഫിനോമിന എല്ലാം കാണിക്കാറുണ്ട്. പോളറൈസേഷൻ ഫിനോമിന കാണിക്കാൻ സാധിക്കില്ല, കാരണം പോളറൈസേഷൻ ഫിനോമിന കാണിക്കണമെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആവണം. സൗണ്ട് വേവ്സ്
എയറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്യാസസിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ലോജിറ്റ്യൂഡൽ നേച്ചർ മാത്രമേ കാണിക്കാറുള്ളൂ. സോ ദേ ക്യാൻ ബി റിഫ്ലക്റ്റഡ്, റിഫ്രാക്റ്റഡ് ആൻഡ് ദേ ഷോ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ലൈക്ക് ലൈറ്റ് വേവ്സ്. Then attenuation. When ultrasonic waves travel through a medium, they are scattered and a part of energy is absorbed by the medium. ഒരു മീഡിയത്തിലൂടെ അൾട്രാസോണിക് വേവ്സ് സഞ്ചരിക്കുന്ന സമയത്ത് സ്കാറ്ററിംഗ് സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ശതമാനം എനർജി ആ മീഡിയം അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ സ്കാറ്ററിംഗ് വഴിയും അബ്സോർപ്ഷൻ വഴിയുമുള്ള എനർജി ലോസിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് അറ്റിന്യൂവേഷൻ. അറ്റിന്യൂവേഷൻ കാണാനുള്ള ഇക്വേഷൻ അറ്റിന്യൂവേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റിന്യൂവേഷൻ ഓഫ് ഇന്റൻസിറ്റി ആയിട്ടും പറയാം. ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ പരിഗണിക്കുകയാണെങ്കിൽ A is equal to A0 e raised to minus alpha x എന്നാണ്. So where A0 is the initial amplitude and A is the amplitude after traveling through a distance x. അതായത് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു മീഡിയം ഇതാ ഇവിടെ മുതൽ ഇത്രയും ദൂരം, ഇതാണ് നമ്മൾ ഒരു മീഡിയമാണ് എക്സ് ഡിസ്റ്റൻസ് ഉള്ള ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു മീഡിയം. ഈ മീഡിയത്തിലൂടെ അൾട്രാസൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ A0 എന്ന് എഴുതി, ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ ടൈം ഓഫ് എൻ്ററിങ് ടു ദ മീഡിയം. ദെൻ ആഫ്റ്റർ ട്രാവലിംഗ് ടു ദ ഡിസ്റ്റൻസ് എക്സ് ഇറ്റ് ഈസ് ലീവിംഗ് ദ മീഡിയം. So while leaving, the amplitude is taken as A. Then A is equal to A0 e raised to minus alpha x, where alpha is the attenuation constant. Amplitude ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അറ്റിന്യൂവേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇന്റൻസിറ്റി ആണെങ്കിലും സിമ്പിൾ നമ്മൾ ആൽഫ എന്നാണ് എഴുതാറ്. അത് ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ട അറ്റിന്യൂവേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. സോ അറ്റിന്യൂവേഷനുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ആണ്. അറ്റിന്യൂവേഷൻ ഈസ് ഗ്രേറ്റർ ഇൻ ഗ്യാസസ് ആൻഡ് എയർ. അറ്റിന്യൂവേഷൻ കൂടുതൽ കാണുന്നത് സ്കാറ്ററിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ കാണുന്നത് ഗ്യാസസിലാണ്, എയറിലാണ്. എയറിൽ ഉൾപ്പെടെയുള്ള ഗ്യാസസിലാണ്. വെൻ അൾട്രാസോണിക് വേവ്സ് ട്രാവൽ ത്രൂ എ നോൺ ഹോമോജീനിയസ് മീഡിയം. ഇനി ഹോമോജീനിയസ് മീഡിയത്തിലാണെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് വേവ്സിന് ഒരേപോലെ യൂണിഫോം ആയിട്ട് അതിന് ഒരേ വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യാൻ പറ്റും, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വെൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ എ നോൺ ഹോമോജീനിയസ് മീഡിയം, then at each discontinuity like crack, cavity, change in density or pressure, impurity etc. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസസ്, ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അൾട്രാസോണിക് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിനും അതുപോലെ ഇൻറ്റൻസിറ്റിക്കും ഡിക്രീസ് ഉണ്ടാവാറുണ്ട്, ഇൻറ്റൻസിറ്റിയും കുറയാറുണ്ട്. വാക്വം ആൻഡ് എയർ പോക്കറ്റ്സ് കോസ് സ്ട്രോങ് റിഫ്ലക്ഷൻ, വൈൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് ഫ്ലോസ് കോസ് ലാർജ് സ്കാറ്ററിംഗ്. വാക്വമോ എയർ പോക്കറ്റ്സോ ആണെങ്കിൽ നല്ല പോലെ റിഫ്ലക്ഷൻ ഉണ്ടാവും. എന്നാൽ ഇംപ്യൂരിറ്റീസോ, അതായത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച്, അതായത് ഇപ്പോൾ മീഡിയ ഇപ്പോൾ കോപ്പറിൻ്റെ മെറ്റാലിക് ബ്ലോക്ക് ആണെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റ് ഇംപ്യൂരിറ്റീസ് കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ ഡെൻസിറ്റി കുറയുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക ഫ്ലോസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെയൊക്കെ ലാർജ് എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗും സംഭവിക്കും. ആസ് ഫ്രീക്വൻസി ഓഫ് അൾട്രാസോണിക് വേവ്സ് ഇൻക്രീസസ്, അറ്റിന്യൂവേഷൻ ആൾസോ ഇൻക്രീസസ്. അൾട്രാസോണിക് വേവ്സിൻ്റെ ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ അറ്റിന്യൂവേഷനും കൂടുന്നുണ്ട്. Then ultrasonic waves produce heating effect when passed through a medium, and thus it can be used for the welding of some plastics, metals etc. ഇപ്പോൾ ലേസർ വെൽഡിംഗ് പോലെ അത്രയും ഹൈ എൻഡ് വെൽഡിംഗ് സാധ്യമല്ലെങ്കിൽ പോലും ചില ലൈറ്റ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെയും അതുപോലെ പ്ലാസ്റ്റിക്സിനൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അൾട്രാസോണിക് വേവ്സിന് ഉപയോഗിക്കാൻ പറ്റും. Since they produce heating effect when passes through mediums. They can produce vibrations in low viscous liquids. This can be utilized for producing stationary waves. So vibrations, ultrasound waves ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ലിക്വിഡ് മീഡിയത്തിലൂടെ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ വൈബ്രേഷൻസ് ഉപയോഗിച്ച് നമുക്ക് മീഡിയത്തിലൊരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്റ്റിറിങ് എഫക്റ്റ്, മീഡിയത്തിനൊരു വിഗറസ് ആയിട്ടുള്ള അജിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് ആവശ്യമായ സെറ്റപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള ഇത്തരം സ്റ്റാൻഡിങ് വേവുകളെയും അതുപോലെ സ്റ്റിറിങ് എഫക്റ്റ് ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് നമുക്ക് ആപ്ലിക്കേഷൻ സമയത്ത് പഠിക്കാവുന്നതാണ്. ദെൻ മെയിൻ ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എസ്സേസ് ആണ് പ്രൊഡക്ഷൻ ഓഫ് അൾട്രാസോണിക്സുമായി ബന്ധപ്പെട്ടുള്ളത്. 3 മെത്തേഡ്സ് ആണ് അൾട്രാസോണിക് വേവ്സ് ഉണ്ടാക്കാൻ ജനറലി ഉപയോഗിക്കാറുള്ളത്. ഫസ്റ്റ് മെത്തേഡ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ജനറേറ്റർ, നമ്മളതിന് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്ന് പറയുന്നു.
പീസോ ഇലക്ട്രിക് ജനറേറ്റർ, പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ എന്ന് പറയാം. ദെൻ മെക്കാനിക്കൽ ജനറേറ്റേഴ്സ്, അതിന് എക്സാമ്പിൾസ് ആണ് ഗാൾട്ടൺ വിസിലും സൈറൻസും ഒക്കെ. മെക്കാനിക്കൽ ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ലോ ഫ്രീക്വൻസി അൾട്രാസോണിക്സ്, that is frequencies up to 25 kilohertz only. These devices are usually in the form of whistles and sirens. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് ചോദിക്കാറുള്ള ഈ ചാപ്റ്ററിൽ ചോദിക്കാറുള്ള 2 essay questions, 3 essay questions ആണ് ഈ ചാപ്റ്ററിലുള്ളത്. അല്ല 2 essay വരെ, ഒന്ന് അപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട് essay ആയിട്ട്, പിന്നെ ചോദിക്കാറുള്ള 2 essays ഇതാണ്. മാഗ്നറ്റോസ്ട്രിക്ഷൻ ജനറേറ്റർ ആർ 5 പീസോ ഇലക്ട്രിക് ജനറേറ്റർ. So magnetostriction oscillator അല്ലെങ്കിൽ magnetostriction generator. It is an electronic oscillator used to produce ultrasonic waves utilizing magnetostriction effect. Magnetostriction effect ഉപയോഗിച്ചുകൊണ്ട് അൾട്രാസോണിക് വേവ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. സോ എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് എന്ന് നോക്കാം. എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ? When an external magnetic field is applied parallel to the length of a ferromagnetic rod. ഒരു ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത്തിന് പാരലൽ ആയിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ദ ലെങ്ത് ഓഫ് ദ റോഡ് ചേഞ്ചസ് സ്ലൈറ്റ്ലി. ആ റോഡിന്റെ ലെങ്ത് സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഫെറോ മാഗ്നറ്റിക് റോഡിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും അല്ലേ? ആ റോഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റൈസേഷനോടൊപ്പം തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ, അതായത് ലെങ്ത്തിൽ ചെറിയൊരു മാറ്റം വരും. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് മാഗ്നറ്റോസ്ട്രിക്ഷൻ. ക്ലിയർ ആയല്ലോ? സോ ഒരു ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത്തിന് പാരലൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത്തിൽ ചെറിയ തോതിൽ മാറ്റം ഉണ്ടാവും. ഐദർ ഇറ്റ് വിൽ ബി ആൻ ഇൻക്രീസ് ഓർ ഇറ്റ് വിൽ ബി എ ഡിക്രീസ്. ഈ എഫക്റ്റ് എന്ന് പറയുന്ന പേരാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ. സോ ഇങ്ങനെ ഓൾറെഡി നമുക്കറിയാം, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ മാഗ്നറ്റിക് ഡൊമൈൻസ് ഉണ്ടാവും. അതിങ്ങനെ റാൻഡം ആയിട്ട് പല ഡയറക്ഷനിലേക്ക് അലൈൻഡ് ആയിരിക്കും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അത് ഒരു സെർട്ടൻ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലെങ്ത്തിലൊരു ചേഞ്ച് വരുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമുക്കറിയാം, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്. പുറമേ നിന്ന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ്, ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ഈ റോഡിന് ലെങ്ത്ത് കൂടും, വീണ്ടും ലെങ്ത്ത് കുറയും, വീണ്ടും ലെങ്ത്ത് കൂടും, ലെങ്ത്ത് കുറയും അല്ലേ? കാരണം പോസിറ്റീവ് സൈഡിലേക്കാണെങ്കിലും നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ലെങ്ത്തിന് ഇൻക്രീസ് വരുന്നുണ്ട്. നോർത്തും സൗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് മാത്രമേ ഉള്ളൂ. സോ പല മെറ്റീരിയൽസിൻ്റെയും ബിഹേവിയർ പല പോലെയാണ്. ചില കേസുകളിൽ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്ന കേസും ഉണ്ട്, അതുപോലെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന കേസും ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്തിൽ മാറ്റം വരുന്ന ഒരു ഫെറോ മാഗ്നറ്റിക് റോഡിൻ്റെ ലെങ്ത്തിന് പാരലായിട്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫെറോ മാഗ്നറ്റിക് റോഡിൻ്റെ ലെങ്ത്തിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്ന പേരാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ. ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ റോഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ഈ വൈബ്രേഷൻ വളരെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഡി സി ആണെങ്കിൽ ജസ്റ്റ് ലെങ്ത് ചേഞ്ച് മാത്രമാണ്. എ സി ആകുമ്പോൾ വെൻ എ സി മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആർ റിപ്പീറ്റഡ് അല്ലേ? എക്സ്പാൻഡ് ചെയ്യും, വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരും, വീണ്ടും എക്സ്പാൻഡ് ചെയ്യും, പഴയ സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റഡ് ആവും. ദ സൈസ് ചേഞ്ച് ഡ്യൂ ടു മാഗ്നറ്റോസ്ട്രിക്ഷൻ ഈസ് വെരി സ്ലൈറ്റ്, ഫ്രം +or- 1/1 lakh to 1/10 lakhs. അപ്പോൾ അത്രയും സ്മോൾ എമൗണ്ടിൽ മാത്രമേ ലെങ്ത്തിൽ ചേഞ്ച് വരാറുള്ളൂ. നോർമലി അത് ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? When an alternating magnetic field is applied parallel to the length of the ferromagnetic rod, the rod starts to vibrate according to the frequency of alternating magnetic field applied. Then the amplitude of vibration is usually small. When this frequency of alternating magnetic field becomes equal to the natural frequency of the rod, resonance takes place and the rod starts to vibrate with very high amplitude and ultrasonic waves are produced from its ends. ഇതും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും അതിന്റെ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇത് എഴുതിയാലും മതിയാവും. When an alternating magnetic field is applied parallel to the length of the ferromagnetic rod, the rod starts to vibrate according to the frequency of the magnetic field applied.
ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്രീക്വൻസിയും ആ ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ റോഡ് ഒരു റെസൊണൻസ് ഫിനോമിന ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് the road starts to vibrate with very high amplitude and ultrasonic waves are produced from its ends. The frequency of ultrasonic waves produced if the rod is clamped at the middle. നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന ക്ലാമ്പിനെ മിഡിൽ ക്ലാമ്പ് ചെയ്യുകയാണെങ്കിൽ, വൈബ്രേറ്റ് ചെയ്യുന്ന ഫെറോ മാഗ്നറ്റിക് റോഡിനെ അതിന്റെ സെന്ററിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ചെയ്യുന്ന ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് തിയറി ആയിട്ട്. Frequency is equal to 1/12 into root of pi by rho. ഇതും പ്രോബ്ലം ഒക്കെ ചോദിക്കാറുള്ളതാണ്. L is the length of the road, y is Young's modulus and rho is the density of the road. Okay. Nickel and cobalt rods are commonly used for the construction of magnetostriction oscillator. നമ്മൾ നിക്കൽ കൊബാൾട്ട് ഫെറോമാഗ്നറ്റിക് റോഡ്സ് ആണെന്ന് പറഞ്ഞു. നിക്കൽ കൊബാൾട്ട് റോഡുകളാണ് സാധാരണയായിട്ട് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുള്ളത്. ദെൻ മൂവിങ് ടു കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഇപ്പോൾ ആദ്യം കൺസ്ട്രക്ഷനിലേക്ക് പോകാം. ഹിയർ ആർ, ഈ കാണുന്ന റോഡ്, ഈ ഫെറോ മാഗ്നറ്റിക് റോഡ്, ആർ ഈസ് എ ഫെറോ മാഗ്നറ്റിക് റോഡ് ക്ലാംപ്ഡ് അറ്റ് ദ മിഡിൽ. ഇവിടെ നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ടില്ല, ക്ലാമ്പ് വെച്ചു എന്നുള്ളതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയും ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലാംപ്ഡ് അറ്റ് ദ മിഡിൽ. ദർ ആർ 2 കോയിൽസ് എൽ ആൻഡ് എൽ എഫ്. ഇവിടെ റൈറ്റ് സൈഡിൽ എൽ എന്ന് പറയുന്ന കോയിൽ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ എൽ എഫ് എന്ന് പറയുന്ന കോയിൽ ഉണ്ട്. ദ കോയിൽ എൽ ആൻഡ് ദ വേരിയബിൾ കപ്പാസിറ്റർ, ഈ കോയിൽ എല്ലും ഈ വേരിയബിൾ കപ്പാസിറ്റർ സിയും ചേർന്നാണ് ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് എ സി കൊടുക്കുന്നതല്ല, ഹൈ ഫ്രീക്വൻസിയുള്ള എ സി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടാങ്ക് സർക്യൂട്ടാണ്. ഈ എൽ സി സർക്യൂട്ട് ഉപയോഗിച്ച്, എൽ സി ടാങ്ക് സർക്യൂട്ട് ഉപയോഗിച്ചാണ് ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ദ സെക്കൻഡ് കോയിൽ എൽ എഫ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഓഫ് ആൻ NPN ട്രാൻസിസ്റ്റർ to provide positive feedback in the oscillator. So ഓസിലേറ്ററിൽ നിന്ന് ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എനർജി ലോസ് ഉണ്ടാവും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് ഫീഡ്ബാക്ക് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉള്ളത്. The coils are wound loosely on the rod so that the rod can vibrate freely. സോ ഏകദേശം ഇതേ കൺസ്ട്രക്ഷൻ ഒക്കെ തന്നെയാണ് നമുക്കിനി അടുത്ത പീസോ ഇലക്ട്രിക് ജനറേറ്ററിലും വരാനുള്ളത്. സോ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഇത് സ്വിച്ചാണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബാക്കി ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ബാറ്ററിക്ക് നമുക്ക് ഹൈ വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടത്, DC വോൾട്ടേജ് ആണ്, അത് വേരി ചെയ്യിക്കാൻ പറ്റും. സർക്യൂട്ടിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാനുള്ളതാണ് വേരിയബിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ വർക്കിംഗ്. When the key is closed, electrical vibrations of high frequency are developed in the tank circuit and alternating magnetic field is produced in the inductor L. So ഇവിടെ LC ഓസിലേഷൻസ് ഉണ്ടാവും. ആ ഓസിലേഷന്റെ ഭാഗമായിട്ട് ഈ രണ്ട് LC ഓസിലേറ്ററിൽ കപ്പാസിറ്റർ ഇൻഡക്ടർ അക്രോസ് ആയിട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഈ ഇൻഡക്ടർ അക്രോസ് ആയിട്ട് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആസ് ദ ഫെറോമാഗ്നറ്റിക് റോഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻസൈഡ് ദ കോയിൽ, ഈ കോയിലിന്റെ ഉള്ളിലാണ് ഈ ഫെറോമാഗ്നറ്റ് ഉള്ളത്. സോ ഇവിടെയുള്ള ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് കൊണ്ട് ഈ റോഡ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ് അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി ഓഫ് ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്. On adjusting the value of variable capacitance, we can change the frequency of oscillation in the tank circuit. When this frequency becomes equal to the natural frequency of the rod, a resonance takes place and the rod starts to vibrate with very high amplitude and ultrasonic waves are produced from the ends. ഇതാണ് നമ്മളിങ്ങനെ സൗണ്ടാണ് അൾട്രാസോണിക് വേവ്സ് ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് വരച്ചാലും മതിയാവും അല്ലേ? ഇത് വരച്ചാലും മതിയാവും, സൗണ്ട് ഉണ്ടാകുന്ന പോലെ കാണിച്ചതാണ്. Ultrasonic waves are produced from the sides, from the ends of the rod. The action of inductor L. The action of inductor LF and the transistor will provide. ഇവിടെ ഈ ക്ലാമ്പ് ഈ റോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ക്ലാമ്പ് ഉണ്ട്, ഇവിടെ ഈ എൻഡ് വൈബ്രേറ്റ് ചെയ്യും, ഈ എൻഡ് വൈബ്രേറ്റ് ചെയ്യുമല്ലോ. ഈ പോർഷൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഫെറോമാഗ്നറ്റിക് റോഡിൽ ലെഫ്റ്റ് സൈഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷന്റെ ഭാഗമായിട്ട് ഈ LF ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF നേരെ ഈ ട്രാൻസിസ്റ്ററിലൂടെ കടന്നു പോയി ആംപ്ലിഫൈ ചെയ്ത് ആവശ്യമായ പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും.
the action of inductor and the transistor will provide necessary positive feedback which is required to sustain oscillations in the tank circuit. Then theory. Frequency of oscillation produced in the tank circuit nu is equal to 1 by 2 pi into root LC. LC oscillation frequency കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചാണ്. 1 by 2 pi into root LC എന്നുള്ളതാണ്. Then റോഡിന്റെ കാര്യത്തിലേക്ക് വരിക. നമുക്കിനി റോഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടെത്തണം. ഇത് രണ്ടും ഈക്വൽ ആയാലാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്. സോ റോഡ് ഇങ്ങനെ വരച്ച് നമ്മുടെ ഫെറോ മാഗ്നറ്റിക് റോഡ് സെൻട്രൽ ക്ലാംപ്ഡ് ആണ് അല്ലേ, സെൻട്രൽ ക്ലാംപ്ഡ് ആണ്. ഇപ്പം ഇവിടെ സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സെൻട്രൽ ക്ലാംപ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലേ. ഈ രണ്ട് ഭാഗവും ആന്റിനോഡായിരിക്കും, ഈ ഭാഗം നോഡായിട്ടാണ് വരിക. കാരണം ഇത് സെൻട്രൽ ക്ലാംപ്ഡ് ആണ്, അപ്പോൾ അതിന് ഇളകാൻ സാധിക്കില്ല. ആ പോർഷൻ നോഡായിരിക്കും. അത് നമുക്ക് നമ്മൾ പഠിച്ചാണ്. വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ്സ് ത്രൂ ദ റോഡ് സോളിഡ് ആണ്, v is equal to root of pi by rho. വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. സോ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ കിട്ടുന്നത് v by lambda ആണ്. സോ v by lambda എന്ന് പറയുമ്പോൾ 1 by lambda into root of pi by rho എന്ന് എഴുതിയാൽ മതി. ഇനി ഒരു നമ്മൾ ഓൾറെഡി റോഡ് പറഞ്ഞു, റോഡിന്റെ ലെങ്ത് L ആണ്. അത് ഫണ്ടമെന്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ലെങ്ത് എന്തിന് ഈക്വൽ ആവും? ലാംഡ ബൈ 2 ഈക്വൽ ആവും. നമുക്കറിയാം സ്റ്റാൻഡിങ് വേവ് ഉണ്ടാകുന്ന സമയത്ത് ഇതാണ് അല്ലേ, ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അതിൽ ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെയാണ് അല്ലേ. ലാംഡ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇങ്ങനെ വേവ് വരികയാണെങ്കിൽ ഇതുവരെയാണ് ലാംഡ എന്നുള്ളത് അല്ലേ. ഇതിൻ്റെ പകുതിയാണുള്ളത് അല്ലേ. ഒരു ക്രസ്റ്റ് മുതൽ അടുത്ത ട്രഫ് വരെ അല്ലേ ഒരു വേവിൻ്റെ. ഇത് ലാംഡ ബൈ 2 ആയിരിക്കും. ഇവിടം വരെ ഇതാണ് ലാംഡ, ഇത്രയാണ് ലാംഡ വരുന്നത്. സോ ഈ പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് എത്രയായിരിക്കും? എല്ലിൻ്റെ വാല്യൂ L is equal to ലാംഡ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. So L is equal to lambda by 2 or lambda is equal to 2. So we get the natural frequency of the road VC when it is vibrating in the fundamental fundamental mode, it is equal to 1 by 2L into root of pi by rho. So ഈ രണ്ട് ഫ്രീക്വൻസി, അതായത് 1 by 2L into root of pi by rho യും 1 by 2 pi into root of LC യും ഈക്വൽ ആയാൽ റെസൊണൻസ് will takes place and ultrasonic waves are produced from the ends of the road. Then അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. It is easy to construct, low construction cost, that is inexpensive, mechanically rugged means suitable for rough handling, large acoustical power with fairly good efficiency. It is not having very good efficiency, but it has large acoustical power. Powerful ultrasonic waves can be produced with fairly good efficiency. And then limitations or drawbacks. It can produce frequencies up to 3 megahertz only. The natural frequency of the road depends upon the temperature and the degree of magnetization. Thus, it is not possible to get a constant single frequency. റോഡിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ടെമ്പറേച്ചറിന് ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷനൊക്കെ അനുസരിച്ചിരിക്കും. പറഞ്ഞു ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെറ്റൽസിൻ്റെ ഫെറോ മാഗ്നറ്റിക് റോഡ് ആയിക്കോട്ടെ സാധാരണ ഏത് മെറ്റൽ ആയിക്കോട്ടെ ലെങ്ത്തിൽ മാറ്റം വരാറുണ്ട്. ലെങ്ത്തിൽ മാറ്റം വന്നാൽ അത് ഫ്രീക്വൻസിയെ ബാധിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് സിംഗിൾ ഫ്രീക്വൻസി വിത്ത് ഗുഡ് എഫിഷ്യൻസി. Loss of energy due to hysteresis and eddy current losses. So in this setup there are energy losses due to hysteresis, magnetization and demagnetization, and due to the eddy current production in the road. As the frequency is inversely proportional to the length of the vibrating road, roads of different lengths must be used to produce different frequencies. These are the limitations. So ഇത്രയും കാര്യങ്ങൾ അതിൽ ആവശ്യമുണ്ട്. ഒന്നുകൂടെ ബാക്കിലേക്ക് പോവാം. എന്താണ് magnet restriction oscillator എന്ന് പറയണം. It is an electronic oscillator used to produce ultrasonic waves utilizing magnet restriction effect. പിന്നെ magnet restriction എന്താണെന്ന് പറഞ്ഞു വയ്ക്കുക. Then അതിൻ്റെ magnet restriction oscillator പ്രിൻസിപ്പിൾ പറയണം. Then construction അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം, ഡയഗ്രം കൃത്യമായിട്ട് വരച്ച് വെച്ചാൽ മതിയാകും. Then അതിൻ്റെ തിയറി പറയണം. Then advantages and disadvantages. Then similarly we can study piezoelectric generator or piezoelectric oscillator. സെയിം ആണ്, ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഒരു എസ്സേ പഠിച്ച് രണ്ടാമത്തെ എസ്സേയും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇക്വേഷൻസ് എല്ലാം ഒരുപോലെയാണ്. ആ കൺസ്ട്രക്ഷൻ വർക്കിങ്ങിൽ ചെറിയ ചേഞ്ച് ഉണ്ട്, അത് മാത്രം. അതുപോലെ അതിൻ്റെ ആ പ്രിൻസിപ്പിൾ ഡിഫറൻ്റ് ആണ്, അത് മാത്രമേ പഠിക്കാറുള്ളൂ. Piezoelectric generator is an electronic oscillator used to produce ultrasonic waves utilizing the converse piezoelectric effect. അപ്പോൾ പീസോഇലക്ട്രിക് എഫക്റ്റ് അല്ല, പീസോഇലക്ട്രിക് എഫക്റ്റിൻ്റെ റിവേഴ്സ് ആണ്. സോ കോൺവേഴ്സ് പീസോഇലക്ട്രിക് എഫക്റ്റ് ഉപയോഗിച്ച്
വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഓസിലേറ്റേഴ്സിന് കോമൺലി പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് ഓസിലേറ്റർ ഓർ പീസോ ഇലക്ട്രിക് ജനറേറ്റർ. എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്? When crystals like quartz, tourmaline, Rochelle salt, etc. are subjected to stress or pressure along the mechanical axis, a potential difference is developed across the electric axis, like electrical axis. So ഒരു ആനിമേഷൻ പോലെയാണ്. വളരെ ചെറിയ മൈക്രോമീറ്റർ തിക്നെസ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്വാർട്സ്, ടൂർമലൈൻ പോലെ ക്രിസ്റ്റൽസിനെ രണ്ട് ആക്സിസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ മെക്കാനിക്കൽ ആക്സിസ് ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവണം? ഇലക്ട്രിക്കൽ ആക്സിസ് ഉണ്ടാവും. ഇത് രണ്ട് ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവും. സോ മെക്കാനിക്കൽ ആക്സിസിലൂടെ നമ്മളൊരു പ്രഷറോ സ്ട്രെസ്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന എൻഡിൽ എന്ത് കിട്ടാറുണ്ട്? വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ സിറ്റുവേഷന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ക്വാർട്സ്, ടൂർമലൈൻ പോലെയുള്ള ക്രിസ്റ്റൽസിന്റെ മെക്കാനിക്കൽ ആക്സിസിന് അക്രോസ് ആയിട്ട് നമ്മൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ പ്രഷറോ നൽകുകയാണെങ്കിൽ മെക്കാനിക്കൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്സിസിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. നമുക്കിവിടെ ആവശ്യമുള്ളത് അതിൻ്റെ കോൺവേഴ്സ് എഫക്റ്റ് ആണ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പറയേണ്ടത്? പീസോ ഇലക്ട്രിക് ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ പറയേണ്ടത്, അല്ലേ? ദ കോൺവേഴ്സ് ഓഫ് ദിസ് എഫക്റ്റ് എന്താ? വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് അലോങ് ദ ഇലക്ട്രിക്കൽ ആക്സിസ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആക്സിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ മെക്കാനിക്കൽ ആക്സിന് അക്രോസ് ആയിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ആ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ക്രിസ്റ്റലിന്റെ ലെങ്ത്തിന് അല്ലെങ്കിൽ ആ തിക്നെസ്സിന് ചേഞ്ച് വരും. ലെങ്ത് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, സോ തിക്നെസ്സിന് ചേഞ്ച് വരും. So when a potential difference is applied along the electrical axis of a piezoelectric crystal, then a stress is produced across the mechanical axis. Then principle: when an alternating voltage is applied across the electrical axis of piezoelectric crystals like quartz, tourmaline, Rochelle salt, etc., mechanical vibrations are produced along the mechanical axis with a frequency equal to the frequency of AC applied. The amplitude of vibration is usually small. ഇതെല്ലാം നമ്മൾ മാഗ്നെറ്റിക് റെസ്ട്രിക്ഷൻ പറഞ്ഞതുപോലെ തന്നെയാണ്. When the frequency of alternating voltage applied becomes equal to the natural frequency of the crystal, resonance takes place and the crystal starts to vibrate with a very high amplitude and ultrasonic waves are produced from the sides of the crystal. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സോ ഒരു ക്വാർട്സ്, ടൂർമലൈൻ, റോഷലെ സോൾട്ട് പോലെയുള്ള പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ആക്സിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മെക്കാനിക്കൽ ആക്സിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന വൈബ്രേഷൻസിന്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് വളരെ ചെറുതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? നമ്മൾ കൊടുക്കുന്ന ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി ആ ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആക്കി മാറ്റിയാൽ റെസണൻസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റൽ ഹൈ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ആൻഡ് ഹൈ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സൈഡ്സ് ഓഫ് ദ ക്രിസ്റ്റൽ. ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ 1/2π√y/ρ തന്നെയാണ്. ഇതും ക്രിസ്റ്റലാണ്. ഇത് y is the ക്വാർട്സ് ആണെങ്കിൽ ക്വാർട്സിന്റെ ലെങ്ത് മോഡുലസ് ആണ്, അതിന്റെ ഡെൻസിറ്റിയാണ്. എല്ലാം അറിയാലോ. തിക്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ നമ്മൾ ലെങ്ത് ആയിട്ട് പറയാറില്ല, തിക്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ ആയിട്ട് പറയും. ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഇത്രയും പോർഷൻ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇതുവരെയുള്ള പോർഷൻ നേരത്തെ ഇതിൻ്റെ ഉള്ളിലൂടെ റോഡ് ഉണ്ടായിരുന്നത് മാത്രമല്ലേ നമ്മളിങ്ങനെ വരച്ചത്. ഒരു റോഡ്, ഫെറോ മാഗ്നറ്റിക് റോഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അത് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. ഫെറോ മാഗ്നറ്റിക് റോഡ് ഉണ്ടായിരുന്നു അല്ലേ? ആ ഫെറോ മാഗ്നറ്റിക് റോഡ് ഒഴിവാക്കുക. ഇവിടെയാണല്ലോ അൾട്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഫെറോ മാഗ്നറ്റിക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. LC ടാങ്ക് സർക്യൂട്ടാണ്. LF ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. ബാറ്ററി ഇവിടെ ഉണ്ട്. കീ ഇവിടെയാണ് വരച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വരച്ചാലും കീ സെയിം തന്നെയല്ലേ, വേറെ ഒരു വ്യത്യാസമില്ല. ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ സെറ്റപ്പാണ്. പുതിയൊരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കോയിൽ ഉണ്ട്, L2 എന്ന് എഴുതും. ഈ L2ന്റെ എൻസിലാണ് എന്തുള്ളത്? രണ്ട് മെറ്റാലിക് പ്ലേറ്റുകൾക്കിടയ്ക്ക് ഈ ക്വാർട്സിന്റെ ക്രിസ്റ്റലുള്ളത്. ക്വാർട്സിന്റെ ക്രിസ്റ്റലിനാണ് Q എന്ന് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉള്ളത് ഈ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സിന് ഇടയിലാണ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇളകാൻ പറ്റില്ല. ഇവിടെ ഷാർപ്പാണ്, ഗ്യാപ്പൊക്കെ കാണിച്ചെങ്കിലും
ഇത് കണക്ഷൻ അറിയാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ക്വാർട്സ് ക്രിസ്റ്റലാണ്. അത് സാൻഡ്വിച്ച് പോലെ 2 മെറ്റാലിക് പ്ലേറ്റിന് ഇടയ്ക്ക് വെച്ച് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനറിയാണ്. ഈ എൻഡും ഫ്രീ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇനി അടുത്ത പോർഷനിലേക്ക് തിയറി. നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഈ 2 എൻഡുകൾക്ക് ഇടയ്ക്കാണ് കണക്ഷൻ ഉള്ളത്. സോ ഈ 2 ഭാഗവും നോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ പോർഷനാണ് ആൻറ്റി നോഡായിട്ട് ആക്ട്, സെൻറ്റർ പോർഷൻ. സോ ക്രിസ്റ്റൽ തിക്നെസ് ആയിട്ട് ഇതെടുക്കുന്നു. തിക്നെസ് നമ്മൾ എല്ലായിട്ട് മാർക്ക് ചെയ്യുന്നു. അതുവഴി നമുക്ക് പഴയ ഇക്വേഷൻ തന്നെ 1/2 ലെവൽ ഈസ് ദ ലെങ്ത്. ഇവിടെ നമുക്ക് ആലോചിച്ചറിയാലോ, ഇത് λ/2 ആണ് അല്ലേ? സ്റ്റേഷനറി വേവിൻ്റെ ഒരു ലൂപ്പ് അല്ലേ? ഇതല്ലേ വേവ്, ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതതിൽ ഒരു ലൂപ്പാണ് ആയിട്ടുള്ളത്. സോ ഇത് ഇത്രയും പോർഷൻ λ/2 ആണ്. ഇവിടെയും L is equal to λ/2 ആണ്. 2 എൻഡ് നോഡും സെൻട്രൽ ആൻറ്റി നോഡും. ഫെറോമാഗ്നറ്റിക് റോഡിൻ്റെ കേസിൽ നമ്മൾ 2 എൻഡും ആൻറ്റി നോഡും സെൻട്രൽ നോഡും ആയിരുന്നു. അതേ വ്യത്യാസമുള്ളൂ. അവിടെ നമ്മൾ ലെങ്ത് ഓഫ് ദ റോഡായിട്ട് പറയും, ഇവിടെ തിക്നെസ് ഓഫ് ദ റോഡായിട്ട് പറയും. ഇത്രയും കാര്യങ്ങൾ സെയിം തിയറി തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. Then work. When the key is closed, electrical oscillations are developed in the tank circuit and a high frequency alternating voltage is produced across the inductor. ഇവിടെ നമ്മൾ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഇവിടെ ഇതിന് അക്രോസ് ആയിട്ട് എല്ലിനും സിക്കും അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ആണ്. ഈ ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഏതുമായിട്ട് കപ്പിൾഡ് ആണ്? ഈ എൽ എന്ന് പറയുന്ന L2 കപ്പിൾഡ് ആയതുകൊണ്ട് ട്രാൻസ്ഫോമർ വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കും. ആൻഡ് ഹൈ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ L2 ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. Since this induced EMF is acting across the crystal, piezoelectric crystal, it begins to vibrate with a frequency equal to the frequency of oscillations of the oscillations in the tank circuit. On adjusting the value of C, variable capacitance, we can change the frequency of oscillations of tank circuit. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് ആ ഫ്രീക്വൻസി ഈ ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയാൽ റെസൊണൻസ് സംഭവിക്കും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ എൻഡിൽ നിന്ന് ഈ ഭാഗത്തു നിന്നും അതുപോലെ ഈ ഭാഗത്തു നിന്നും അൾട്രാസോണിക് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെയാണ് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് സൗണ്ട് വേവ്സ് ഈ 2 ഭാഗത്തും കാണിക്കാൻ പറ്റും. The action of inductor LF and the transistor will provide the necessary positive feedback which is required to sustain the oscillations in the tank circuit. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ വർക്കിംഗ് എല്ലാം മാഗ്നറ്റോസ്ട്രിക്ഷൻ ജനറേറ്ററിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ആ കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി എഴുതിയാൽ മതിയാവും. എഴുതിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Then advantages and disadvantages. Ultrasonics with a very high frequency up to 500 MHz can be produced. നേരത്തെ നമ്മൾ മാഗ്നറ്റോസ്ട്രിക്ഷൻ ജനറേറ്ററിൻ്റെ കേസിൽ ഉണ്ടാക്കാവുന്ന ഫ്രീക്വൻസി 3 MHz വരെയാണ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം ഹൈ എഫിഷ്യൻസിയോടുകൂടെ തന്നെ 500 MHz വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി റിമെയിൻസ് സ്റ്റേബിൾ ആൻഡ് സ്റ്റേഷനറി ഓവർ എ വൈഡ് റേഞ്ചിലേക്ക് നമുക്ക് സ്റ്റേബിൾ ആൻഡ് സ്റ്റേഷനറി ആയിട്ട് നിലനിർത്താൻ സാധിക്കാറുണ്ട്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. ദിസ് ഈസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് റിലയബിൾ. Coming to the disadvantages, it is very costly. Working is not so simple. Cutting and shaping of the crystal is very difficult. അതിൻ്റെ ക്രിസ്റ്റൽ ആക്സസുകളൊക്കെ ഉണ്ട്. അതിന് പാരലായിട്ട് കൃത്യമായിട്ടൊക്കെ കട്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു മൈക്രോമീറ്റർ തിക്നെസ്സിലോ അതിനേക്കാൾ താഴെയുള്ള തിക്നെസ്സിലാണ് ക്രിസ്റ്റൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിങ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് ദ ക്രിസ്റ്റൽ ഇസ് വെരി വെരി ഡിഫിക്കൽട്ട്. സോ നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ളത് ഡിറ്റക്ഷൻ ഓഫ് അൾട്രാസോണിക്സ് ആണ്. 2 ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണുള്ളത്. തെർമൽ ഡിറ്റക്ഷൻ മെത്തേഡും അതുപോലെ പീസോ ഇലക്ട്രിക് ഡിറ്റക്ഷൻ മെത്തേഡും. അപ്പോൾ തെർമൽ ഡിറ്റക്ഷൻ മെത്തേഡിൽ ഉപയോഗിക്കുന്നത് ഒരു ഫൈൻ പ്ലാറ്റിനം വയറാണ്. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കോയില് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? സോ ഇൻ ദിസ് മെത്തേഡ് എ വെരി ഫൈൻ പ്ലാറ്റിനം വയർ ഇസ് മൂവ്ഡ് സ്ലോലി ത്രൂ ദ മീഡിയം ടു ബി ടെസ്റ്റഡ് ഫോർ അൾട്രാസോണിക് വേവ്സ്. അൾട്രാസോണിക് വേവ്സ് ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തുകൂടെ അല്ലെങ്കിൽ ആ ഏരിയയിലൂടെ സ്പേസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം വയർ, പ്ലാറ്റിനം കോയിലാണ്, നമ്മളതിന് പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്ന് പറയും. സോ ഒരു അൾട്രാസോണിക് വേവ്സ് ഒരു മീഡിയത്തിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഗ്യാസസ് മീഡിയം, സോളിഡിലാണെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. ഒരു ഗ്യാസസിലൂടെ അല്ലെങ്കിൽ ലിക്വിഡ് മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ മീഡിയത്തിൽ അത് ആൾട്ടർനേറ്റ് കംപ്രഷൻസ് ആൻഡ് റയറിഫാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ കംപ്രഷൻസിൻ്റെയും റയറിഫാക്ഷൻസിൻ്റെയും ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഓഫ് ദ വയർ വിൽ ചേഞ്ച്.
and this produces a change in its resistance. So fine platinum വയറിനെ നമ്മൾ എവിടെയാണ് നമുക്ക് അൾട്രാസോണിക്സ് ഡിറ്റക്ട് ചെയ്യേണ്ടത്, പ്രസൻസ് ഡിറ്റക്ട് ചെയ്യേണ്ടത്, അതിലൂടെ മൂവ് ചെയ്യിക്കണം. സോ അവിടെ അൾട്രാസോണിക് വേവ്സ് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ അൾട്രാസോണിക് വേവ്സ് ഉണ്ടാക്കുന്ന കംപ്രഷൻസിൻ്റെയും റെയറിഫാക്ഷൻസിൻ്റെയും ഭാഗമായിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് പ്ലാറ്റിനം വയർ. സച്ച് റെസിസ്റ്റൻസ് വേരിയേഷൻ ക്യാൻ ബി മെഷേർഡ് യൂസിങ് എ ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് വേരിയേഷൻ വളരെ കുറവായിരിക്കും എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ മുതലാണ് 3 മാർക്കം ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ എഴുതിയാൽ മതിയാവില്ലേ. In this method, a very fine platinum wire is moved slowly through the medium to be tested for ultrasonic waves. Due to the alternate compressions and rarefactions produced by the ultrasonic waves, temperature of the wire changes, producing a change in its resistance. Such a resistance variation can be measured or determined using a bridge arrangement. This wise, we can detect the presence of ultrasonic waves in a medium. The next method is piezoelectric detection method. Ultrasonic waves can be detected using piezoelectric effect. When ultrasonic waves incident on a piezoelectric crystal in the direction of mechanical axis. അപ്പോൾ നമ്മൾ piezoelectric crystalനെ ഈ പറഞ്ഞതുപോലെ അൾട്രാസോണിക് വേവ്സ് ഉള്ള ഒരു മിനിറ്റിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ, മൂവ് ചെയ്താൽ മാത്രം പോരാ, മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ആക്സിന് അക്രോസ് ആയിട്ട് പീസോഇലക്ട്രിക് വേവ്സ് വന്ന് ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ, ഹൈ എനർജറ്റിക് വേവ് ആണെന്ന് പറഞ്ഞു. വെൻ അൾട്രാസോണിക് വേവ്സ് ഇൻസിഡന്റ് ഓൺ എ പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ in the direction of the mechanical axis, a potential difference is developed across the electrical axis. Electrical axis across a potential difference develop perpendicular. Although this potential difference is extremely small, it can be amplified and detected. ഇത്രയും പറഞ്ഞാൽ മതിയാവും. ഫിഗർ വരയ്ക്കണം നിർബന്ധം ഉണ്ടാവില്ല, വരച്ച് അത്രയും നല്ലതാണ്. രണ്ട് കേസിലും ഇവിടെയുള്ള തെർമൽ ഡിറ്റക്ഷൻ മെത്തേഡിലെ ഫിഗർ ഒരു നിർബന്ധമില്ല, ജസ്റ്റ് എഴുതിയാൽ മാത്രം മതിയാവും. ഇവിടെ വരയ്ക്കാൻ പറ്റില്ല, കാരണം എക്സ്പ്ലനേഷൻ കുറവല്ല. വെൻ അൾട്രാസോണിക് വേവ്സ് incident on a piezoelectric crystal in the direction of its mechanical axis, a potential difference is produced across the electrical axis. അത്രയേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കുറവാണെങ്കിലും it can be amplified and detected. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അൾട്രാസോണിക്സിന് ഫസ്റ്റ് സെക്ഷൻ ഉള്ളത്. ഇനി ആപ്ലിക്കേഷൻസ് ആണത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.